പിന്നെ ഈ പ്രളയം ബാധിച്ച ഒരു ഏരിയയാണ് ഞങ്ങളുടെ നാട് ചാലിയാർ മയിലാടി. അപ്പോൾ പിന്നെ മലബാർ പോളിടെക്നിക് കോളേജ് കോട്ടക്കലത്തെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ഇരുചക്ര വാഹനങ്ങളും പിന്നെ നന്നാക്കി തരാമെന്നുള്ളൊരു ക്യാമ്പായിട്ട് വന്നാണ് ഇവർ. അപ്പോൾ പൊതുവേ ഈ പോളിടെക്നിക്കിലെ കുട്ടികളാകുമ്പോൾ പിന്നെ ഇത് വർക്ക് എത്രത്തോളം നന്നാവുന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു നാട്ടിലെ. പക്ഷേ വർക്കൊക്കെ ഞങ്ങൾ വണ്ടിയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. വർക്കൊക്കെ നല്ല പെർഫെക്റ്റാണ് ചെയ്തത്. വർക്കും കാര്യങ്ങളൊക്കെ പിന്നെ നല്ല ഡീസൻ്റാണ്. അതിൻ്റെ ടൂൾസും കാര്യങ്ങളും എയർ അടിക്കണതും പിന്നെ സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. ഞങ്ങളെല്ലാവരും നല്ല സാറ്റിസ്ഫൈഡാണ്. പിന്നെ വണ്ടി പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്ന് ഏകദേശം 100% വണ്ടി ഫുള്ളായിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന വണ്ടികളായിരുന്നു. ആ ടാങ്കിൽ ചളി കയറി, ഇഞ്ചിനിൽ ചളി കയറിയ അവസ്ഥയാണ്. ഇപ്പോൾ എല്ലാ വർക്കും നല്ല ഉഷാറായിട്ടാണ് ചെയ്ത് തന്നിരിക്കുന്നത്. നമുക്ക് ഒക്കെ ടാങ്ക് ക്ലീൻ ചെയ്തു, എഞ്ചിനൊക്കെ അയച്ചാണ്ട് ക്ലീൻ ചെയ്യേണ്ട പണിയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വണ്ടിക്ക് നമുക്ക് 2500 മേലെ നമുക്ക് ചിലവാകണ ഒരു വണ്ടിക്ക്. പിന്നെ ഈ പൾസറിന് തന്നെ പുറത്ത് പിന്നെ അതിൻ്റെ കൂലി തന്നെ വരും 2500 മേലെ. അതിപ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് തന്നൊക്കെയാണ് ഇത്രയും വർക്ക്. പിന്നെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും വെള്ളം കയറി ഒരു പൈസ ഇല്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾക്ക് കിട്ടിയ വളരെ നല്ലൊരു സഹായമാണിത്. നമ്മുടെ നാടിനെ പ്രളയം വിഴുങ്ങി കഴിഞ്ഞപ്പോഴത്തേന് അതിൽ നഷ്ടപ്പെട്ട വാഹനങ്ങൾ, അതായത് വെള്ളം കയറി നശിച്ച വാഹനങ്ങൾ റീഫിറ്റ് ചെയ്ത് പിന്നെ ഉപയോഗയോഗ്യമാക്കി തീർക്കാനായിട്ട് നമ്മുടെ അയൽനാടായ മലബാർ പോളി കോളേജിലെ കോട്ടക്കലിലെ കുട്ടികൾ ഇവിടെ വന്ന് നമ്മളെ സഹായിക്കുകയും വളരെ നല്ല രീതിയിൽ നമ്മുടെ വാഹനങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് തരികയും അവരുടെ ആ ഒരു സേവനത്തിന് നാട്ടുകാർ എന്ന നിലയിൽ നമ്മൾ അവരോട് നല്ല രീതിയിൽ നന്ദി പറയുകയും ചെയ്യുകയാണ്. അവരുടെ സേവനം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വണ്ടികളാണെങ്കിൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അവരെ രാത്രിയും പകലും എല്ലാം കൂടെ പണി തീർത്ത് ആ ഓരോ വണ്ടികളും പണി തീർത്ത് കൊടുക്കുകയാണ്. അവരുടെ ആ സേവനം ഇനിയും നമുക്ക് ആവശ്യമായി വരികയാണെങ്കിൽ അവരിനിയും വരട്ടെ എന്ന് നമ്മൾ ആശംസിച്ചുകൊണ്ട് നല്ല സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ. പിന്നെ വണ്ടി ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ക്യാമ്പ് ഇവരിപ്പോൾ ഇങ്ങനെ ഒരു ക്യാമ്പ് ചെയ്യുന്നത് പിന്നെ മലബാർ പോളിടെക്നിക് കോളേജ് ഇങ്ങനൊരു ഉദ്യമത്തിന് പുറപ്പെട്ട് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു പ്രളയം കയറിയ സ്ഥലങ്ങളിലൊരു കൈത്താങ്ങായിട്ട് ഇവർക്കിങ്ങനെ ഇറങ്ങാൻ പറ്റിയതിന് ഞാൻ നന്ദി പറയുന്നു. ഇവരോട് ഇവരുടെ സംഘാടകരോട് നന്ദി പറയുകയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള ആളുകൾ മുതിരട്ടെ എന്നും മുന്നോട്ട് വരട്ടെ എന്നും ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നന്ദി. പ്രളയത്തിൽ ആകെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ എഞ്ചിനീയർമാർ കുട്ടികളല്ലേ കൂടി വന്നുകാണ്ട് ബൈക്കുകളൊക്കെ ചെയ്തത് വളരെ ഉഷാറായി, വളരെ നല്ലൊരു ഉപകാരമായിരുന്നു. നല്ലൊരു പ്രവർത്തനമാണ് ചെയ്തത്. വണ്ടികളൊക്കെ തന്നെ ഏറ്റവും അതിമനോഹരമായിട്ട് അതുപോലെ സർവീസ് ചെയ്തു. എൻ്റെ 2 വണ്ടികളുണ്ടായിരുന്നു, ഒരു CT100ഉം ഒരു ഡിസ്കവറി. ബൈക്കുകൾ 2 വീലേഴ്സ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി കോട്ടക്കൽ പോളിടെക്നിക് കോളേജിൽ നിന്ന് വന്ന ഈ വിദ്യാർത്ഥികൾ ഒരു നല്ല സേവനമാണ് ചെയ്യുന്നത്. കണ്ടാലറിയാം, നിങ്ങൾക്കിവിടെ കണ്ടാൽ പരിസരം കണ്ടാലറിയാം, ഒട്ടേറെ ബൈക്കുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം കയറി എൻജിനുകളെല്ലാം നാശമായിട്ടും മറ്റു തരത്തിലും ഉള്ള എല്ലാ പാടുകളും തീർക്കാൻ വേണ്ടി അവർ കോട്ടക്കലിൽ നിന്നും ഇവിടെ എത്തി നമ്മുടെ ഈ പരിപാടി വളരെയേറെ ഭംഗിയായി ചെയ്യുന്നു എന്നുള്ള സന്തോഷമുണ്ട്. എൻ്റെ ബൈക്കും ഇവർ കൂട്ടത്തിൽ നന്നാക്കി. എൻ്റെ ബൈക്കും ചില കേടുകളുണ്ടായിരുന്നു, അതെല്ലാം അവർ ശരിയാക്കി തന്നു. അങ്ങനെ എല്ലാവർക്കും വളരെ തൃപ്തികരമായതും അവർ ഈ സേവനം ചെയ്തിട്ടുണ്ട്. അവരോട് ഈ നാട്ടിലുള്ള ഈ പഞ്ചായത്തിലുള്ള എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം.